Happy New Year. Oh, Happy New Year. Happy New Year. Happy New Year. ലയൺസ് ക്ലബിന്റെ ഭാരവാഹികളാണ്. ഞങ്ങൾ നേരത്തെയും ഈ വൃക്ഷസദനത്തിൽ വന്നിട്ടുണ്ട്, നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇന്ന് നെടുമങ്ങാട് ലയൺസ് ക്ലബ്ബ് നിങ്ങളോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്നത് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ നമ്മളോട് ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നത് അമ്മയുടെ പിറന്നാൾ ആഘോഷത്തോടുകൂടി തുടങ്ങാമെന്ന് കരുതുന്നു. ഔദ്യോഗികമായ ചെറിയൊരു ചടങ്ങുണ്ടാവും. അമ്മയുടെ ആഘോഷവും ഈ കേക്ക് മുറിച്ചതിന് ശേഷം Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday, dear Amma. ഇതെന്റെ അമ്മൂമ്മയാണേ. എല്ലാവരും പറഞ്ഞു എന്റെ അമ്മൂമ്മ. ഞാനിതൊന്നും പറയുന്നില്ല. 108 വർഷം പ്രായമുള്ള ഒരു അന്തർദേശീയ സംഘടനയാണ്. 108 വർഷം തന്നെ ഞങ്ങളുടെ നമ്മുടെ പഴകുറ്റിയിലുള്ള ശാന്തി മന്ദിരത്തിൽ എല്ലാ ആദ്യത്തെ ഞായറാഴ്ചയും ഇതേപോലെ അവിടുത്തെ അന്തേവാസികളുണ്ട്. അവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാസം മുതൽ 3ാമത്തെ ഞായറാഴ്ച വാക്കർ വേണമെന്ന് പറഞ്ഞ് 2 പേർക്ക് വാക്കർ വാങ്ങിക്കൊടുത്തു. അപ്പോൾ TV ഇവിടെ ഇല്ല, പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ TV എത്തിക്കഴിഞ്ഞു, വേറെ ഇവിടെ TV എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇന്നിവിടെ ഈ ജന്മദിനം ആഘോഷിക്കുന്നതിന് അയ്യപ്പൻ ഇവിടെ എത്തിയിട്ടുള്ള ലയൺസ് ക്ലബിൻ്റെയും മറ്റു ഭാരവാഹികളും എൻ്റെ സഹപ്രവർത്തകരും ഈ വാർഡിലെ കൗൺസിലറും മുനിസിപ്പാലിറ്റിയിലെ പുതിയ വൃദ്ധസദനം അതിന് ആ പേര് തന്നെ കുറച്ചതാണ് ഈ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതിൽ മാറ്റം വരുത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അത് നമുക്ക് ആലോചിക്കേണ്ടതാണ്. പക്ഷെ അത് ഗവൺമെൻറ് കൺസെപ്റ്റിൽ തുടങ്ങിയ ഒരു പദ്ധതി എന്നുള്ള നിലയിലാണ് ഞങ്ങൾ പേര് പറയുന്നത്. എന്തായാലും 14 പേരിവിടെയുണ്ട്. 8 പുരുഷന്മാരും 7 പുരുഷന്മാരും 8 സ്ത്രീകളും. സന്തോഷത്തോടു കൂടിയാണ് 5 വർഷമായി നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി അഭിമാനപൂർവ്വം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ ഈ വന്നപ്പം എല്ലാവരുമായിട്ടും ഞാൻ വലിയ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. എല്ലാവരുമായിട്ടും സംസാരിച്ചു, എല്ലാവരുടെ കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. പിന്നെ ആദ്യമേ തന്നെ ഞാൻ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. വേറെ ഒരുപാട് സംഘടനകൾ ഞങ്ങളെ ഇവിടെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഫുഡ് ഓരോ പ്രോഗ്രാംസ് വരുമ്പോൾ ഫുഡ് എത്തിക്കാൻ നമ്മൾ ചേച്ചി പറയാറുണ്ട്. ഫുഡ് കൊണ്ടുവരും, ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അത് മാത്രം പോരാ, എല്ലാവരുടെ സഹായ സഹകരണം വേണം ഞങ്ങൾക്ക്.
എന്താ പറയുക, വളരെയധികം സന്തോഷം. അതിൽ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് തിരക്കിലാണ് ഏറ്റവും തിരക്ക് പിടിച്ച രണ്ട് വ്യക്തികളാണെന്ന് നമുക്കറിയാം. ചെയർമാനും വൈസ് ചെയർമാനും അവരും അവരുടെ സമയ പരിമിതികളെല്ലാം മറികടന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തു. അത് നമുക്ക് ഇപ്പോൾ നമുക്ക് ഒരു ധാരണയിലെത്തിയിരിക്കുകയാണ് നമ്മുടെ ലയൺസ് ക്ലബ് മുനിസിപ്പാലിറ്റി ഏതൊക്കെ വന്നിട്ടുള്ളത് എല്ലാ പരിപാടികൾക്കും ലയൺസ് ക്ലബിന്റെ പരിപാടികൾക്കും അവർ എത്തിയിട്ടുണ്ടെന്നും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ചെയർപേഴ്സണിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാന്നിധ്യം വേണം കലാമന്റെ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ ചടങ്ങ് ഇനി അടുത്ത നമ്മുടെ